അളിയനിപ്പോ ഓഫീസിലെങ്ങും പോകുന്നു. ഓഫീസ് ജോലി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സ്റ്റൈലായിട്ട് പറയാം, ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ. ഈ കണ്ണി കണ്ട ഹോട്ടലിലൊക്കെ കയറി ചളിച്ചതിന്റെ പൊളിച്ചതിന്റെ ടേസ്റ്റ് നോക്കി ആഹാരമേ വെറുത്തു പോയി അളിയ. പതുക്കെ കഴിച്ചാ മതി. ഇതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോന്നോ? വൈക്കോലിട്ടിയാലും വലിച്ചു വരെ കഴിച്ചോളൂ. എന്നാ ശരീരത്തിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതുമില്ല. എന്താ വൈദ്യരെ, ഇതാരാ പുറയിലൊരു കുട്ടിക്കുരങ്ങൻ? എണ്ണ ഇടാനും കിഴി പിടിക്കാനും ഒരു സിംഗിടി വേണമെന്ന് കരുതി കൂടെ കൂട്ടിയതാ. ഇപ്പൊ അവ എനിക്ക് ഇടയ്ക്കിടക്കിട്ട് പിടി തുടങ്ങി. കിഴിയിൽ ഇവൻ ആദ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അരിഞ്ഞു നുറുക്കി അമ്മാവനും വല്ല കരിങ്കുരങ്ങ രസായനം ഉണ്ടാക്കി കൊടുക്കാവുന്നു. ഇവനെ എന്തായാലും രസായനം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കില്ല. വല്ല കൊടും ശത്രുവിനെ കൊടുക്കൂ. ഒരു കവിളിറക്കിയാ പോരെ, അപ്പോഴേ ആള് ക്ലോസ്. അത്രയ്ക്ക് വിഷമാ. സൈനേഡല്ലേ. വൈദ്യരും സഹായം കൂടെ അച്ഛനെ ഒരു പരുവത്തിലാക്കോളിയാ. അങ്ങുന്നിന്റെ കാര്യത്തിൽ തറവാട്ടമ്പലത്തിലെ മൃത്യുനോയത്തിനെ ഞാൻ പറഞ്ഞോളാം. ആ ഹോമം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ചികിത്സയുടെ പൂർണ്ണ ഫലം അപ്പൊ കാണാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വൈദ്യരെ, ഞാൻ പറഞ്ഞ ലേഹ്യത്തിന്റെ കാര്യം എന്തായി? ഈടായിട്ട് തീരെ വിശപ്പില്ല. വയറെപ്പോഴും ഫുള്ളായിരുന്നാൽ ആർക്കും വിശപ്പ് വരില്ല. ഇതിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അതാണ് വിശപ്പ് ശാസ്ത്രം.